കോഴിക്കോട് നിന്ന് കാണാതായ 13-കാരനെ കണ്ടെത്തി. പുനെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് കുട്ടി ചാടിപ്പോയത്. വിവരങ്ങൾ രാഹുൽ KV നൽകും. രാഹുൽ, ഈ കുട്ടിയെ കണ്ടെത്തിയെന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ എങ്ങനെ പൂനെ വരെ എത്തി, എന്തിനാണ് പോയത് എന്നതിലൊക്കെ ഒരു വ്യക്തത വന്നോ? പറഞ്ഞതുപോലെ തന്നെ കുട്ടിയെ കണ്ടെത്തിയെന്നതാണ് ബന്ധുക്കളെയും പോലീസിനെയും സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം 8-ാം ദിവസം മാത്രമാണ് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. നടക്കാവ് പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പൂനെയിലും ബീഹാറിലും ഒക്കെ അന്വേഷണം നടത്തി, ജാർഖണ്ഡിലും ഒക്കെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്ന് പൂനെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വരികയാണ്. 8-ാം ക്ലാസ്സുകാരനാണ്. ഈ കുട്ടി സ്കൂൾ ഹോസ്റ്റലിൽ നിന്നാണ് പുറത്തേക്ക് ചാടിപ്പോകുന്നത്. അത് തന്നെയും അതിസാഹസികമായാണ്. ഈ സ്കൂൾ ഹോസ്റ്റലിന്റെ 1-ാം നിലയിൽ നിന്ന് ലൈനിൽ തൂങ്ങി കുട്ടി താഴേക്ക് ഇറങ്ങിയാണ്. അതിനു മുമ്പ് ഈ താഴേക്ക് വീണാൽ പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി കിടക്ക നിലത്തേക്ക് എറിഞ്ഞതിന് മുകളിലേക്ക് ചാടിയാണ് കുട്ടി പുറത്തേക്ക് പോകുന്നത്. പിന്നാലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയെന്ന് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. തിങ്കളാഴ്ച, അതായത് ഈ ഹോസ്റ്റലിൽ നിന്ന് പോയി ഏകദേശം ഒരു 11 മണിയോടുകൂടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നും സ്ഥിരീകരിച്ചു. 4-ാം പ്ലാറ്റ്ഫോമിൽ നിന്നടക്കമുള്ള CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ബീഹാർ സ്വദേശിയായ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ബന്ധുവീട്ടിലേക്ക് ഒക്കെ എത്തിയിരുന്നു എന്ന് പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ ബന്ധുവീടുകളിൽ അന്വേഷിച്ചു, നാട്ടിൽ അന്വേഷിച്ചു, വിവരങ്ങളൊന്നും. വലിയ അന്വേഷണത്തിനൊടുവിൽ കാണാതായ കുട്ടിയെ പൂനെയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി എങ്ങനെ അവിടെ എത്തി, എന്തിനു പോയി എന്നതിലൊക്കെ ഒരു വ്യക്തത തേടുന്നുണ്ട് പോലീസ്. രാഹുൽ KV ആണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.